ഹായ്, എൻ്റെ പേര് അജ്മൽ. ഞാൻ തിരുവനന്തപുരം നെടുമങ്ങാടാണ് എൻ്റെ സ്വദേശം. ഞാൻ ഏകദേശം 2020 കാലഘട്ടത്തിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയ ആ സമയത്ത് എനിക്ക് മുടി കൊഴിയുന്നതായിട്ട് എനിക്കൊരു തോന്നൽ വന്നു. അത് തോന്നലായിരുന്നില്ല. പിന്നെ ഏകദേശം ഒരു 1.5-2 വർഷത്തിനുള്ളിൽ ഏകദേശം ഈ ഫ്രണ്ട് പോർഷൻ ഫുള്ള് മുടി പോയി. എല്ലാം പെട്ടെന്നായിരുന്നു. ഈ പണ്ടുള്ളവർ പറയുമല്ലോ, അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. അപ്പൊ ആ ഒരു കൺസെപ്റ്റില് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തരത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ യാദൃശ്ചികമായി യൂട്യൂബിൽ ഈ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ഒരു വീഡിയോ കാണുന്നത്. പിന്നെ എന്തുകൊണ്ട് ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൂടാ എന്നൊരു തരത്തിൽ ഞാൻ പലതരത്തിൽ ഇതിനെ പറ്റി തിരക്കി, സോഷ്യൽ മീഡിയയിലും കയറി തപ്പി. അപ്പോ ഇത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യാം എന്നൊരു ധാരണയിലെത്തി. അപ്പം ഇത് എവിടെ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളൊരു സംശയം അടുത്ത്. അപ്പൊ അതിന് അധികം ചിന്തിക്കേണ്ടി വന്നില്ല. എന്റെ ജില്ലയിൽ തന്നെ, തിരുവനന്തപുരത്ത് തന്നെ, പട്ടം ലാ ഡെൻസിറ്റ, അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോ ഞാൻ അവിടെ ചെന്നു. അതായത് ഇതിനെപ്പറ്റി അന്വേഷിക്കാം, കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ സർജറിയെ പറ്റി ആലോചിക്കാം എന്നുള്ള കണക്കിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഇതിൽ അന്വേഷിക്കാൻ വന്നാൽ ഞാൻ സർജറിക്കുള്ള ഡേറ്റും ഫിക്സ് ചെയ്തിട്ടാണ് മടങ്ങി പോകുന്നത്. അപ്പോൾ എനിക്ക് ബാക്ക് ഭാഗത്തുനിന്ന് മുടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. പിന്നെ ഇപ്പം ചെയ്തിട്ട് ഏകദേശം 1 വർഷം അടുപ്പിച്ചാവുന്നു. അപ്പൊ കാണുന്നതാണ് എന്റെ ഈ റിസൾട്ട്. അപ്പം ഈ റിസൾട്ടിലേക്ക് എന്നെ എത്തിച്ചത് ലാ ഡെൻസിറ്റിയാണ്. ഞാൻ ചെയ്തതെന്ന് പറയുന്നത് റിയൽ ടൈം സർജറിയാണ് ചെയ്തത്. ഏകദേശം എനിക്ക് 3300ഓളം ഗ്രാഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇത് ഞാൻ ചെയ്തു. ഞാൻ വളരെയധികം ഹാപ്പിയാണ്, സംതൃപ്തിയാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ എന്റെ സുഹൃത്തുക്കൾക്കും ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉടനെ തന്നെ എന്റെ ഒരു പരിചയത്തിലുള്ള എന്റെ ഒരു കസിനും എന്റെ ഒരു ഫ്രണ്ടും ഇത് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പം അവർക്കും ഇതേ റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുമുണ്ട്, കിട്ടും, അതിൽ ഉറപ്പുണ്ട്. മുടി പലരും പറയും ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഉള്ളതല്ലാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഒരു കോൺഫിഡൻസിനെയും മറ്റൊക്കെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകം ഈ മുടി തന്നെയാണ്. ഇപ്പം ഫാമിലി ഫംഗ്ഷനിലായാലും ഫ്രണ്ട്സിന്റെ കൂടെ ആയാലും ഒരു സെൽഫി എടുക്കാൻ പോലും എനിക്കൊരു ചെറിയൊരു മടിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പൊ അത് മാറി കിട്ടി. ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തുകൊണ്ടും അതിന്റെ നന്ദി അറിയിക്കുന്നത് ലാ ഡെൻസിറ്റിയോടും അതിലെ എല്ലാ സ്റ്റാഫുകളോടും. താങ്ക് യു.